ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് വിനിയുടെ കോൺട്രാക്റ്റ് പുതുക്കാൻ റയലിന് താല്പര്യമുണ്ട്, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ അവർ ആരംഭിച്ചിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയർ ആവശ്യപ്പെടുന്ന സാലറി വളരെ ഉയർന്നതാണ്. കിലിയൻ എംബപ്പയ്ക്ക് ലഭിക്കുന്ന ഒരു സാലറി തനിക്കും ലഭിക്കണം എന്നാണ് വിനിയുടെ ആവശ്യം. എന്നാൽ ഇത് നൽകാൻ റയൽ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റിന്റെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനത്തിലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ സ്പാനിഷ് മാധ്യമമായ സെർ ഡിപ്പോർട്ടീവോസ് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് വിനീഷ്യസ് ജൂനിയർക്ക് നിലവിൽ കിലിയൻ എംബപ്പയുടെ അതേ സാലറി നൽകാൻ ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല. ഒരു വർഷം കൂടി വിനീഷ്യസ് ജൂനിയർക്ക് സമയം നൽകും. അദ്ദേഹത്തിന്റെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന സീസണിൽ ക്ലബിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുക, അതിനുശേഷം ഇങ്ങനെ ചർച്ചകൾ ചെയ്യാൻ വേണ്ടി പുതിയ സാലറിയുടെ ആവശ്യവുമായി കൊണ്ട് ക്ലബിനെ സമീപിക്കുക. അങ്ങനെ റയലിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ അദ്ദേഹത്തിന് സാലറി കൂട്ടി നൽകിയേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയറെ വിൽക്കാനുള്ള ഒരു സാധ്യത വരെ അവിടെയുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമമായ ഡിപ്പോർട്ടീവോസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർക്ക് ഒരു വർഷത്തെ സമയം ക്ലബ്ബ് അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ആ ഒരു വർഷത്തിനുള്ളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കണം. എന്നാൽ മാത്രമാണ് കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യം, അതല്ലെങ്കിൽ സാലറി വർദ്ധിപ്പിക്കുന്ന കാര്യം ക്ലബ്ബ് പരിഗണിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ വിൽക്കുന്ന കാര്യം വരെ ക്ലബ്ബ് പരിഗണിച്ചേക്കാം എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും നിലവിൽ വിനിയുടെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ വിനീഷ്യസിന്റെ പ്രകടനം മോശമായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായിട്ടുള്ളത്. മാത്രമല്ല വിനീഷ്യസും എംബപ്പയും ഒന്നും ഇപ്പോൾ ടീമിനോട് അത്ര കമ്മിറ്റ്മെന്റ് കാണിക്കുന്നില്ല എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളും ഏറെയാണ്. ഏതായാലും ഇതിനൊക്കെ ഈ താരങ്ങൾ തന്നെ ഉടനടി പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.